ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം അതിന്റെ 29 30 വാക്യങ്ങൾ. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഓരോരുത്തൻ താന്റെ അകൃത്യ നിമിത്തം അത്രേ മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പുളിക്കുകയുള്ളൂ. ഇതേ വചനം തന്നെ നമുക്ക് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18 അധ്യായത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്നൊരു പഴഞ്ചൊല്ല് ഇസ്രായേലിൽ നിലനിന്നിരുന്നു. ഈ ഭാഗത്ത് ഈ വചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് യഹോവയായ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങൾ നിമിത്തം തങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് തങ്ങൾ പാപം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു വിശ്വാസം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യെഹെസ്കേൽ പ്രവാചകനിലൂടെയും ഇരമ്യാ പ്രവാചകനിലൂടെയും ഇസ്രായേൽ ജനതയോട് വ്യക്തമായിട്ട് യഹോവയായ ദൈവം സംസാരിക്കാണ്. അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്നതുകൊണ്ട് നിങ്ങളുടെ പല്ല് പുളിക്കത്തില്ല. നിങ്ങളുടെ തന്നെ അകൃത്യ നിമിത്തമാണ്, നിങ്ങളുടെ തന്നെ പാപം നിമിത്തമാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് ദൈവം വ്യക്തമായിട്ട് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നു. പുതിയ നിയമ വിശ്വാസികളായ നമുക്കും പലപ്പോഴും ധാരണയുണ്ട്. നമ്മളുടെ ജീവിതത്തിലും പാരമ്പര്യത്തിൻ്റെതായ വലിയ കെട്ടുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പാരമ്പര്യത്തില് വലിയ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകാം. എന്നാൽ യഹോവയായ ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, നമ്മളുടെ ജീവിതത്തില് പാരമ്പര്യത്തില് പാപത്തിന്റെയും ശാപത്തിന്റെയും കെട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നത്. ഉറപ്പായിട്ടും പാരമ്പര്യ ശാപമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തില് സാത്താന്റെ അറ്റാക്ക് വളരെ കൂടുതലായിരിക്കും. അവൻ കാര്യമായിട്ട് അവരെ ആക്രമിക്കുക തന്നെ ചെയ്യും. പല തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ അവരെ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തില് കുലപാതകത്തിന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൽ സിന്നിന്റെ സ്പിരിറ്റുകൾ ഉണ്ടെങ്കിൽ, ആ വ്യക്തിയെ, ആ പാരമ്പര്യത്തിൽ നിന്ന് വന്ന വ്യക്തിയെ, തലമുറയെ അത്തരം പാപങ്ങൾ കൊണ്ട് സാത്താന് ആക്രമിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ വചനം പറയുന്നു, അപ്പൻ പാപിയായി ജീവിച്ചാൽ ആ പാപത്തിലൂടെ അപ്പൻ മരിക്കുന്നു, മകന് ആ പാപം കണക്കിടുകയില്ല. പുതിയ നിയമ വിശ്വാസികളായ നമ്മളോട് ഈ വചനം പറയുന്നത്, നമ്മളുടെ പാരമ്പര്യത്തിൽ പലതരത്തിലുള്ള പാപക്കെട്ടുകളും ശാപക്കെട്ടുകളും ഒക്കെ ഉണ്ടാകാം. അത് കാരണം സാത്താൻ നമ്മളെ പലതരത്തിൽ പ്രലോഭിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇതൊന്നും തന്നെ പാപം ചെയ്യുവാൻ പുതിയ നിയമ വിശ്വാസിക്ക് ഒരു ലൈസൻസ് അല്ല. നമുക്ക് ക്രിസ്തുവിന്റെ രക്തത്താല് ഈ പാപത്തോട് എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. പാപം ചെയ്യാതെ നിൽക്കുവാനുള്ള കൃപ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെ സാത്താൻ ഏതെങ്കിലും തരത്തില് പ്രലോഭനത്തിൽ പെടുത്തിയാല് നമ്മള് രക്തത്താല് ജയമെടുത്ത് ക്രിസ്തുവിന്റെ രക്തത്താല് ആ പാപങ്ങളോട് എതിർത്ത് നിൽക്കുവാനാണ് ഒരു വ്യക്തി ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും പാരമ്പര്യത്തില് പാപശാപ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ഡെലിവറൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഡെലിവറൻസ് കിട്ടിയാല് തലമുറകളുടെ മേല് സാത്താന്റെ ആക്രമണം വളരെ കുറയും. തലമുറകളെ പ്രലോഭനങ്ങളിൽ പെടുത്തുവാനായിട്ട് സാത്താന് സാധിക്കില്ല. അങ്ങനെ ഒരു ഗുണം ഡെലിവറൻസിലൂടെ തലമുറകൾക്ക് ലഭിക്കും. എന്നാൽ ഡെലിവറൻസ് കിട്ടാത്ത ശാപ ബന്ധനങ്ങളിൽ നിന്ന്, പൂർവിക പാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാത്ത അനേകരുണ്ട്. പൂർവിക പാപങ്ങൾ നിലനിൽക്കുന്നു എന്നത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന്, ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പന്മാർ ചെയ്ത പാപനിമിത്തം അപ്പന്മാർ മരിച്ചു. എന്നാൽ നാം ആ പാപത്തോട് ക്രിസ്തുവിലൂടെ എതിർത്ത് നിൽക്കണം. അപ്പോൾ നമുക്ക് പാപം ചെയ്യാതെ നിലനിൽക്കുവാനുള്ള കൃപ ദൈവം തരും. നമ്മൾ പാപം ചെയ്യാതെ ജീവിച്ചാല്, അതായത് നമ്മൾ ഈ പ്രലോഭനങ്ങളിൽ വീഴാതെ സാത്താന്റെ ആക്രമണങ്ങൾ വരുമ്പോഴ്, പ്രലോഭനങ്ങൾ വരുമ്പോഴ് എതിർത്ത് നിന്ന് ജയിച്ചാല് നമ്മൾ തീർച്ചയായിട്ടും ഒരു ജയജീവിതം നയിക്കുക തന്നെ ചെയ്യും. നമ്മെ ദൈവം നീതിമാനായി കണക്കിടുക തന്നെ ചെയ്യും. അപ്പന്മാർ ചെയ്ത പാപനിമിത്തം തലമുറകളെ ശിക്ഷിക്കയില്ല എന്ന്, അവര് ആ പാപനിമിത്തം മരിക്കയില്ല എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് നാം തിരിച്ചറിയുക, പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങൾ കാരണം സാത്താൻ നമ്മുടെ മേല് കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അത് നമുക്ക് പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയി എടുക്കാതിരിക്കുക. ആ പാപത്തോട് എതിർത്ത് നിൽക്കുക, സാത്താനെ തോൽപ്പിക്കുക. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.